ഹായ് ഗൈസ്, എല്ലാവർക്കും പുതിയ വീട്ടിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ ഇന്നലത്തെ വീഡിയോ കണ്ടവർ ഒരുപാട് പേര് എനിക്ക് തോന്നുന്നു കുറച്ച് വ്യൂസ് കൂടുതൽ കിട്ടി ഷോർട്സിൽ. പിന്നെ പോരാതെ നമുക്കറിയാത്ത ഒരാൾ കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആൾ ഇപ്രാവശ്യം വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ആൾക്ക് താങ്ക് യു. കാരണം നിങ്ങളുടെ പോലത്തെ കമൻറ്റ്സ് ഇടുമ്പോഴാണ് നമുക്ക് ഭയങ്കരമായിട്ട് സപ്പോർട്ട് കിട്ടുന്നത്. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു. ഇതേപോലെ കമൻറ്റുകൾ ഇടുക. അപ്പോഴാണ് നമുക്കൊരു എന്താ പറയുക വീഡിയോ ചെയ്യാനൊരു മോട്ടിവേഷനും കൂടി ആവുന്നത്. അപ്പോൾ നമ്മൾ ഇന്നലെ പറഞ്ഞു നിർത്തിയത് തന്നെ തുടങ്ങാം. ഞാൻ JSKയിൽ അഭിനയിച്ചിട്ടുണ്ട്. അപ്പോൾ JSK മൂവി കണ്ടവർക്കറിയാം, അത് നമ്മുടെ സുരേഷ് ഗോപിയുടെ പടമാണ് JSK. അപ്പോൾ ആ മൂവിയിൽ ആ, മറ്റൊരു ഷോപ്പിൻ്റെ മുന്നിൽ വെച്ചിട്ട് അനുപമ റേപ്പ് ചെയ്യുന്നൊരു സീനുണ്ട്. ആ സീനിൽ സസ്പെക്ട്സ് ആയിട്ട് കുറച്ച് 3 പേരെ കാണിക്കുന്നുണ്ട് ഒരു ജീപ്പിൻ്റെ മുന്നിൽ. അത് കഴിഞ്ഞാൽ അനുപമേനെ എന്താ പറയുക ഫ്ലർട്ട് ചെയ്യുക അങ്ങനെ ചെയ്യുന്നൊരു ആൾക്കാർ. അതിൽ ഞാൻ ആ ജീപ്പിൻ്റെ കൂടെ തന്നെ നിൽക്കുന്ന ഒരാളാണ്. സോ അങ്ങനെ ഒരു ക്യാരക്ടർ ഞാൻ ചെയ്തിട്ടുണ്ട്. അഫ്കോഴ്സ് ഒട്ടുമിക്ക ആൾക്കാർക്കും അത് അറിയാതെ തന്നെ ഇല്ല. കാരണം അതത്ര വലിയ സീനൊന്നും മീൻസ് അഫ്കോഴ്സ് സിനിമയിൽ പ്രാധാന്യമുള്ള സീനാണ്. ഇടയ്ക്കിടയ്ക്ക് അത് സീൻ കാണിക്കും. കാരണം ഞങ്ങളൊരു സംശയത്തിന് നിഴലിൽ തന്നെയാണ് സിനിമയിൽ ഫസ്റ്റ് ഹാഫ് നിർത്തുന്നത്. അപ്പോൾ ഒരു പ്രധാനപ്പെട്ട സീൻ തന്നെയാണ്. ബട്ട് അഫ്കോഴ്സ് അങ്ങനെ ഒരു ക്യാരക്ടർ അഭിനയിച്ചു. എനിക്ക് ഡയലോഗുകളിൽ ഒന്നുമില്ല, നല്ല സ്ക്രീൻ പ്രസൻസ് ഉണ്ട്. നല്ല സ്ക്രീനിൽ തിളഞ്ഞ് നിൽക്കും. മൊത്തത്തിൽ ഇങ്ങനെ എന്താ പറയുക നിറഞ്ഞിങ്ങനെ നിൽക്കും സ്ക്രീനിൽ. അപ്പോൾ എനിക്കത് വലിയൊരു മുന്നേ ഞാൻ തന്നെ ആ സിനിമ തിയേറ്ററിൽ 3 വട്ടം പോയി കണ്ട ആളാണ് ഞാൻ. സോ അത്രയും എന്താ പറയുക എന്താ പറയുക അങ്ങനെ ഒരു ഇത് ചെയ്തിട്ടുണ്ട്. കാരണം ഞാൻ പറഞ്ഞു ഈ ഫസ്റ്റ് വീഡിയോ ഒക്കെ കണ്ടവർക്കറിയാം എൻ്റെ വലിയൊരു ഡ്രീം തന്നെയാണ് ഷോർട്ട് ഫിലിം സിനിമയിൽ അഭിനയിക്കുക എന്നുള്ളത്. അതിൻ്റെ ഒരു എന്താ പറയുക ചെറിയൊരു അരങ്ങേറ്റം എന്നൊക്കെ പറയണ പോലെ ചെറിയൊരു സംഭവം. അതിന് ശേഷം പിന്നെ എവിടെ പിടിച്ച് കയറാൻ പറ്റിയില്ല. പിന്നെ അഫ്കോഴ്സ് ഫാമിലി പ്രോബ്ലംസ് ഒക്കെ കാരണം ഞാൻ പിന്നെ അതൊക്കെ വിട്ടു. പിന്നെ ഇപ്പോൾ ജോലിക്കൊക്കെ നോക്കി ഇപ്പോൾ ജോലി സെറ്റായിട്ട് അങ്ങനെ പോവുകയാണ്. അപ്പോൾ അതിൻ്റെ ഇടയിലാണ് നമ്മൾ യൂട്യൂബ് തുടങ്ങിയത്. യൂട്യൂബിൻ്റെ പിന്നിൽ അങ്ങനെ ഒരു ഉദ്ദേശം കൂടി ഉണ്ട്. എന്താ പറയുക ഒരു സിനിമയിൽ അഭിനയിക്കണം, ഫെയിം കിട്ടണം, ഫെയിം വഴി പിന്നീട് ഡയറക്ടേഴ്സിനെയൊക്കെ പിച്ച് ചെയ്ത് അങ്ങനെ സിനിമയിൽ കയറണം എന്നൊക്കെ ആഗ്രഹമുണ്ട്. അപ്പോൾ എന്താവുമെന്ന് അറിയില്ല. അതൊക്കെ ഭാവിയിലത്തെ കാര്യമാണ്. ഇപ്പോൾ കറൻ്റ്ലി നമുക്ക് വീഡിയോസ് ഇടുക, നമുക്ക് അത്യാവശ്യം എന്താ പറയുക വ്യൂസ് എത്തിക്കുക, നല്ല രീതിയിൽ എന്താ പറയുക ഒരു സെറ്റപ്പായി പോയി കഴിഞ്ഞ് പിന്നെ നമ്മളെ പിടിച്ചാൽ കിട്ടില്ല എന്നുള്ള രീതിയിലാവട്ടെ എന്നൊക്കെ ആഗ്രഹമുണ്ട്. കാരണം നമ്മുടെ ഇമാജിനേഷൻസൊക്കെ ഭയങ്കര അയ്യ. നമ്മളൊരിക്കലും എന്താ പറയുക ചെറുതായിട്ടൊന്നല്ല ഇമാജിൻ ചെയ്യുക, ഏറ്റവും ടോപ്പ് രീതിയിലാണ് ഇമാജിൻ ചെയ്ത് വയ്ക്കുക. അപ്പം അതിൻ്റെതായ ഒരു ഇതൊക്കെ ഉണ്ട്. കാരണം നമ്മൾ എക്സ്പെക്ടേഷൻ എപ്പോഴും ഹൈ ആയിരിക്കും. അപ്പം പിന്നെ പറയൂലോ എന്താ പറയുക കുന്നോളം ആഗ്രഹിച്ചാലേ കുന്നിക്കൊരു കിട്ടുള്ളൂ എന്ന്. ആ ഒരു വിശ്വാസത്തിൽ തന്നെയാണ് ഞാൻ എപ്പോഴും സ്വപ്നം കാണുമ്പോഴും വലുതായിട്ടാവും സ്വപ്നം കാണാറ്, വലിയ ഡ്രീംസ് ആവും പ്ലാൻ ചെയ്യാറ്. ഇപ്പോൾ ഈ യൂട്യൂബിൻ്റെ ഇതിലും ഞാൻ ഭയങ്കര വലിയൊരു ഭാവി തന്നെയാണ് കാണുന്നതും. അപ്പോൾ സ്ഥിരം വീഡിയോ ഇടുന്നത് അതുകൊണ്ട് തന്നെയാണ്. നിങ്ങളിൽ വിശ്വാസമുണ്ട്, നിങ്ങളും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുമെന്നും. എനിക്ക് തോന്നുന്നു ഇപ്പോൾ ഓഡിയോ ക്വാളിറ്റിയാണ് നമുക്ക് പ്രശ്നമായിട്ട് വരിക. അതായത് നിങ്ങൾ ഈ മറ്റേ വണ്ടി പോണ സൗണ്ടൊക്കെ എനിക്ക് കിട്ടുന്നുണ്ടാവും എന്ന് എനിക്കറിയാം. നമ്മൾ വാങ്ങിയ മൈക്ക് ഞാൻ പറഞ്ഞില്ല 200 രൂപയുടെ ആയിരുന്നു. ആ 200 രൂപയുടെ മൈക്ക് വെച്ചിട്ട് എന്താ പറയുക വലിയ ക്വാളിറ്റി ക്രിയേറ്റ് ചെയ്യാൻ പറ്റിയില്ല. അതാണ് വീഡിയോസ് കാണുന്ന ഫ്രണ്ട്സൊക്കെ പറഞ്ഞു അതിനേക്കാളും ഭേദം നീ മിണ്ടാണ്ട് എന്താ പറയുക ക്യാമറയിൽ മറ്റേ മൈക്കില്ലാണ്ട് സംസാരിച്ചാൽ മതി. അപ്പം അത് തന്നെയാണ് ഇപ്പോൾ ചെയ്യുന്നത്. കാരണം ഇത് ചെയ്യുമ്പോഴും വ്യൂസും ഉണ്ട്. അഫ്കോഴ്സ് കുറച്ചുകൂടി എല്ലാവരും പറഞ്ഞു കേൾക്കണമെന്ന് പറഞ്ഞാൽ ഭയങ്കരമായിട്ട് കേൾക്കുന്നില്ലെങ്കിലും എന്താ പറയുക എന്താ പറയുക കേൾക്കണം മറ്റേതിനേക്കാളും കേൾക്കണം മറ്റേതെന്ന് പറഞ്ഞൊരു എന്താ പറയുക വിട്ട് വിട്ട് സൗണ്ട് ആവുക എന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ പിന്നെ അങ്ങനെ പിന്നെ ഫിനാൻഷ്യലി ഇനി സെറ്റാവും എന്നൊക്കെ വിചാരിക്കുന്നു. ഇപ്പോൾ ജോലി ഉണ്ട്, അപ്പോൾ അതിൻ്റെ രീതിയിൽ പോകുന്നുണ്ട്. ഇനിയിപ്പോൾ ഒന്നിലൊരു എന്താ പറയുക ഡൗൺഫോൾ എന്തായാലും ഉണ്ടാവും, എന്തെങ്കിലും കാര്യത്തിലോ ഇതായിട്ട് വരും. കാരണം ഇപ്പോൾ ഞാൻ ലിറ്ററലി അന്ന് അൺഎംപ്ലോയിഡ് സിറ്റുവേഷനാണ്, ഒന്നും ചെയ്യുന്നില്ല, പ്രൊഡക്റ്റീവായിട്ട് ഒരു കാര്യവും ചെയ്യുന്നില്ല, അങ്ങനെയായിരുന്നു. ഇപ്പോൾ അങ്ങനെയല്ല, ഇപ്പോൾ പ്രൊഡക്റ്റീവായിട്ട് ഒരുപാട് കാര്യങ്ങൾ ഞാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ അങ്ങനത്തെ കുറേ കാര്യങ്ങൾ ഞാൻ ചെയ്യുന്നുണ്ട് ഇപ്പോൾ പ്രൊഡക്റ്റീവായിട്ട്. അപ്പോൾ അതൊക്കെ നമുക്ക് ഇനി നാളത്തെ വീഡിയോയിൽ സംസാരിക്കാം. അപ്പോൾ ശരി, അപ്പോൾ ഇന്ന് ഇത്രയുള്ള വീഡിയോ. എല്ലാവർക്കും ബൈ. ശരി.